കുഴപ്പമില്ല, കൊള്ളാം, നല്ല പടം. അപ്പോൾ എന്താ എന്ത് ജോണറാണ് പടമാണ്? ത്രില്ലർ മോഡാണ്. ഈ ഫാമിലി എൻ്റർടൈൻ ചെയ്യുന്ന എല്ലാവരും ഫാമിലി ആയിട്ടെല്ലാം കാണും. എനിക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയണോ പടത്തിനെ പറ്റിയിട്ട്, ഡയറക്ഷനെ പറ്റിയിട്ടോ? ഡയറക്ഷനും കൊള്ളാം, എല്ലാം കൊള്ളാം, കുഴപ്പമില്ല. പടമാണ്, നല്ല പടം. പോലെ നല്ലൊരു സിനിമയാണ്. തീർച്ചയായും ജയറാമിൻ്റെ ഒരു തിരിച്ചുവരവാണ്. നല്ലൊരു സിനിമ. പിന്നെ സെക്കൻഡ് ഹാഫിന് ശേഷം മമ്മൂട്ടിയുടെ ഒരു അടിപൊളി എൻട്രിയും, പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ കയ്യിലായിരുന്നു, പടമില്ലായിരുന്നു. നല്ലൊരു ക്ലൈമാക്സ് വെച്ച് എൻഡ് ചെയ്ത് മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു അടിപൊളി വേറിട്ടൊരു ചിത്രം കൂടിയാണ്. നല്ല അദ്ദേഹം പ്രത്യേകിച്ച് അഭിപ്രായപ്പെടുന്നുണ്ടാണ് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളത്. അത് തന്നെ 5-ാം പതിരെ പോലെ തന്നെ ഒരു പടമല്ല, അത് വേറിട്ടൊരു പടം തന്നെയാണ്. അത് നല്ലൊരു സിനിമയല്ല. അപ്പം ഫാമിലി ഓഡിയൻസിനെ ഫാമിലി ആയിട്ട് കയറാൻ പറ്റിയൊരു പടം. നല്ല ഫാമിലികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ജയറാമിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഫിലിം തന്നെയാണത്. ജയറാമിൻ്റെ ഒരു വ്യത്യസ്ത സിനിമ തന്നെയാണ്. കുറേ നാൾക്ക് ശേഷം നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ്. എല്ലാം ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമോ? എല്ലാ സിനിമയും ജയറാം ചെയ്യുന്ന ഫാമിലി ഓഡിയൻസാണ്. പക്ഷേ ഇതിനകത്ത് കുറേ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പടത്തിൽ. അതുപോലെ പിന്നെ ഇതിന് ബീജിയത്തിൻ്റെ നമ്മുടെ മിഥുൻ മോഹനാണ്, നമ്മുടെ ഗരുഡ ഗമന ഷോഹാൻ ചെയ്ത് മിഥുൻ മോഹനാണ് ഇതിൻ്റെ ബീജിയം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബീജിയത്തിനെ പറ്റിയിട്ടുണ്ടോ? ബീജിയം കൊള്ളായിരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. എന്നാലും വേണ്ട രീതിയിൽ നല്ല രീതിയിൽ തന്നെ ബീജിയം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബീജിയം ഒന്നും ചെയ്തിട്ടില്ല. 5-ാം പതിരെ പോലെ ഒരുപാട് ബീജിയംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലൊന്നുമല്ല, ഇത് വേറിട്ടൊരു പടം. 5-ാം പതിരെ അല്ല, വേറെ ചിത്രം. ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് DOP ഒക്കെ എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. പടം അടിപൊളി പടമാണ്. പുള്ളി ഇൻ്റർവ്യൂവിൽ ഇതോട്ട് നേരത്തെ പറഞ്ഞായിരുന്നു 5-ാം പാതിര, ഗരുഡൻ, ആ ഒരു റേഞ്ചിൽ ഈ ഒരു പടം പുള്ളി ചെയ്യത്തില്ലെന്ന് പറഞ്ഞ്. അത് എൻ്റെ ഡിഫറെൻറ്റ് ബേസ് ആയിട്ട് എനിക്ക് തോന്നി. 5-ാം പാതിര വേറെ ബേസ്, അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ സത്യം പറഞ്ഞാൽ പുള്ളി എഴുതുന്ന പക്കയാണ്. കാരണം ഇപ്പോൾ ആഡ് ചെയ്ത ആൾ തന്നെയാണ് 5-ാം പാതിര, അത് ചെയ്ത ആളാണ് ഗരുഡൻ, അത് ചെയ്ത ആളാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ ഡിഫറെൻ്റ് ആണ് പുള്ളി ചെയ്യുന്നത്. നമ്മൾ ഹാറ്റ്സ് ഓഫ് എല്ലാ രീതിയിലും. നിങ്ങൾ ഏതായിട്ടാണ് ഇത് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്? ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണോ അതോ ഫുള്ളി ടെക്നിക്കലി വൈസ് മൊത്തം അടിപൊളിയാണ്. പിന്നെ എനിക്ക് മിഥുൻ മാനുവൽ തോമസിനെ സംബന്ധിച്ച് പുള്ളിയുടെ സ്ക്രിപ്റ്റാണ് ഏറ്റവും ഇഷ്ടം. സ്ക്രിപ്റ്റ് എസ്പെഷ്യലി ഡയറക്ഷൻ പക്കയാണ്. പിന്നെ ഈ പടം ശരിക്കും സ്പോയിലർ ഇറങ്ങാൻ പറ്റുന്ന പടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനേ നമ്മൾ നോക്കത്തുള്ളൂ. നല്ല സ്പോയിലർ വരും. അതെ, അങ്ങനെ ചെയ്യാവൂ. കാരണം ആ സ്പോയിലർ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് സീനാണ്. നമ്മൾ ഈ 5-ാം പാതിര പോലെ നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുന്നത്, നമുക്കൊരു ആ ഒരു ഫീൽ പ്രതീക്ഷ കൊണ്ട് പോരുത്. അത് വേറെ പേസാണ് ഈ പടം. പക്ഷേ ഓസം ടെക്നിക്കൽ വൈസ്, ക്യാമറ, BGM. അപ്പം ഇത് കൂടുതൽ ഏതൊരു ഓഡിയൻസിനാണ് കൂടുതലും ശരിക്കും അട്രാക്ട് ചെയ്യുക? ഓഡിയൻസ് ഇപ്പം ത്രില്ലർ ലവേഴ്സിന് ഇഷ്ടപ്പെടും. ഫാമിലിയായിട്ട് കയറി കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു, നമ്മളിപ്പോൾ ഈ 5-ാം പാതിര തന്നെ കുറേ ഫാമിലീസൊക്കെ കയറി കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫൈറ്റ് സീക്വൻസ് ഒരു ചെറിയൊരു ഇൻ്റർവൽ പഞ്ചേ ഉള്ളൂ. അതും പക്ഷേ അങ്ങനെ ചെറിയൊരു ഫൈറ്റ് സീക്വൻസേ ഉള്ളൂ. കൂടുതലും ഫൈറ്റ് അല്ല ഇമ്പോർട്ടൻസ്. കൂടുതൽ ആ ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു കഥയിലോട്ട് നമ്മളിങ്ങനെ ജീവിക്കും. ആ ഒരു ഇതാണ് നമ്മൾ. ഈ സ്പോയിലർ ഇല്ലാതെ മമ്മൂക്കയുടെ പെർഫോമൻസിനെ പറ്റി ജസ്റ്റ് ഒന്ന്, ഐ മീൻ എന്താണെന്നുള്ളതല്ല, അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റുക? പെർഫോമൻസ് നമ്മളിപ്പം ഈ എന്താ പറയുന്നത്, നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ അതുവരെ നിവിൻ്റെ പടമായിരുന്നു, പിന്നെ അത് വേറെ ആളുടെ പടമായിട്ട് മാറി, മോഹൻലാലിൻ്റെ പടം. അതേപോലെ തന്നെ നമ്മൾ ഇത് കണ്ട് കഴിയുമ്പോൾ പിന്നെ അത് ജയറാമിൻ്റെ പടമല്ല. അപ്പം അമ്മാതിരി അത് ചോദിച്ചോണ്ടാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പറയുന്നത് അതാ കൂടുതൽ സ്പോയിലറിൻ്റെ അറിയാതിരിക്കുക. ഓൾറെഡി ഇത് ലീക്കായി, അപ്പം അറിയാതിരിക്കുക, എന്താണ് സംഭവം എന്നറിയാതിരിക്കുക. ഫാമിലി ഓഡിയൻസിന് ശരിക്കും ഫാമിലി ഇഷ്ടപ്പെടും. ഫാമിലി ഇഷ്ടപ്പെടാനുള്ള ഇതൊക്കെ ഉണ്ട്. BGM അടിപൊളിയാണ്. ഇപ്പോൾ ഈ സുഷിനെ സംബന്ധിച്ച് സുഷിൻ്റെ BGM എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ എന്താ നമ്മുടെ 5-ാം പാതിരക്കകത്താണെങ്കിലും കണ്ണൂസ്കോണിനകത്താണെങ്കിലും പുള്ളിയുടെ ഒരു വേറെ പേസാണ്. ഈ ആളുടെ വേറെ പേസാണ്. പക്ഷേ ഈവൻ ദോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എലിവേറ്റർ സീൻസൊക്കെ പക്കയാണ്. പ്രത്യേകിച്ച് ഈ ടൈറ്റിൽ കാർഡ് പിന്നെ അങ്ങനത്തെ മെയിൻ സീൻസൊക്കെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, താങ്ക് യു. ഇതുപോലൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട് എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് എന്ന് പറയും. എനിക്ക് എങ്ങനെയാണ് അത് കൊണ്ടുപോകുന്ന രീതിയിൽ നിന്ന് എല്ലാത്തിലും ഒരു പെർഫെക്റ്റ് എക്സ്പ്ലനേഷൻ തന്നിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത് കഥ. പിന്നെ ടെക്നിക്കൽ വൈസ് ആണെങ്കിലും ആക്ടിങ് വൈസ് ആണെങ്കിലും എല്ലാം കാസ്റ്റിംഗ് ആണ് ഏറ്റവും പക്കായിട്ട്. അഭിനയിച്ച എല്ലാവരും വളരെ നൈസ്. അതെ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അത് നമ്മൾ ട്രെയിലർ കാണുന്നത് പോലെ തന്നെ. നമുക്ക് അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മിഥുൻ മാനുവൽ തോമസ് ഇപ്പം എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയിലാണ്. ഇപ്പം ഗരുഡൻ കണ്ടാലും 5-ാം പാതിര കണ്ടാലും നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കോമൺ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാം ഡിഫറെൻറ്റ്. ഇപ്പോൾ ആടിൻ്റെ കേസാണെങ്കിലും അതേപോലെ വളരെ നന്നായി. അതെ, ഓഫ് കോഴ്സ്. അതെ, ഉറപ്പായിട്ടും. 5-ാം പാതിരയ്ക്ക് കൂടുതൽ നമുക്ക് ഇച്ചിരി ഒരു ഹൊററിക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇവൻ ഹൊറർ അല്ലെങ്കിൽ പോലും നമുക്ക് ഒരു വില്ലൻ്റെ സീനൊക്കെ നമുക്ക് ഇത് അങ്ങനെയൊന്നുമില്ല, വേറെ പേസാണ്.
പുള്ളിയുടെ സത്യം പറഞ്ഞാൽ പുള്ളി ചെയ്യുന്ന പടമല്ല. ഇപ്പം നോർമലി ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന പടങ്ങളെല്ലാം ഇപ്പോൾ ഒരു ത്രില്ലർ ചെയ്യുവാണെങ്കിൽ പിന്നെ ആ പേസ് ആയിരിക്കും. പുള്ളിയുടെ പടം അങ്ങനല്ല. പുള്ളി ഇന്റർവ്യൂ പറഞ്ഞ തന്നെയാണ് ഈ മിനി ഇപ്പോൾ ഒരു 5-ാം പാതിര ഗരുഡനൊക്കെ ചെയ്താൽ പുള്ളിയുടെ വില പോകുന്നത്. പുള്ളി ഇനിയും ചെയ്യുമ്പോൾ ഇനിയെന്നുള്ള പടങ്ങളും പ്രതീക്ഷിക്കാം, അതിനുള്ള വകയുണ്ട്. അതുകൊണ്ടൊരു വ്യത്യസ്തമായിട്ടുള്ള പുള്ളിയുടെ സ്ക്രിപ്റ്റ് അത് പറയാതിരിക്കാൻ വയ്യ. കാരണം പുള്ളിയുടെ ആ ഒരു ഡയറക്ഷൻ സ്ക്രിപ്റ്റ് നമ്മൾ ഒരു രക്ഷയില്ല. കാരണം പുള്ളിയുടെ സ്ക്രിപ്റ്റ് രക്ഷയില്ല. ഈ ജിത്തു ജോസഫിൻ്റെ കാര്യമൊക്കെ പറയുന്നത് തന്നെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എവിടെ നിന്നാണ് ഈ വരുന്നത് ഈ സ്ക്രിപ്റ്റൊക്കെ, അമ്മാതിരി ഒരു സംഭവമാണ്. 5-ാം പാതിരൊന്നും പ്രതീക്ഷിച്ചു, കാരണം അത് രണ്ടാണ്. 5-ാം പാതിര നമ്മൾ പേടി ഇല്ല, നമ്മൾ 5-ാം പാതിര നമ്മളൊരു ഒരു ഹൊറർ എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ചൊക്കെ പേടിക്കും, കുറച്ച് ഈ ജംസ്കെയർ പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ ഇല്ലെന്നല്ല, പക്ഷേ ഒരു വേറൊരു എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇമോഷണലി ഇച്ചിരി കണക്ട് ചെയ്യുന്ന പടമാണ്. ഓക്കെ, താങ്ക്സ്.